ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും നല്ലൊരു അടിപൊളി ക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാർഡ്ബോർഡ് പീസ് കൊണ്ട് നമ്മളെ വാളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫ്ലവർ സ്റ്റാൻഡ് ആണ്. ആദ്യം നമുക്ക് സ്ക്വയറിൽ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ സൈസ് എടുത്തിട്ടുള്ളത് 20x20 ആണ്. സൈസ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് സ്ക്വയർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വേറെ 2 പീസും കൂടി വേണം. 10 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ വീതിയുള്ള ചെറിയൊരു പീസും അതിൻ്റെ കൂടെ തന്നെ 5 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുള്ള ഒരു ചെറിയ പീസും കൂടി കട്ട് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം ഞാൻ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അരികൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് കവർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. 3 പീസും നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കണം. എന്നാൽ നമുക്ക് നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരുപാട് നല്ല വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വലിയ പീസ് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി 2 പീസും കൂടെ അതുപോലെ ഒന്ന് ചെയ്യാം. ഞാനിപ്പോൾ ഫുള്ളായിട്ടൊന്ന് മാസ്കിംഗ് ടേപ്പൊക്കെ ഒട്ടിച്ചൊന്ന് കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളറിംഗ് ആണ്. ഒരു വുഡിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രൗൺ കളറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കളറൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ മാറ്റിയിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഈ 3 പീസിന് ഈ സെയിം കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കോട്ട് അടിച്ചതിന് ശേഷം ഒന്ന് ഡ്രൈ ആയി എടുത്തതിന് ശേഷം സെക്കൻഡ് കോട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 തവണ ഞാനൊന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അക്രിലിക്കിൻ്റെ കളറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കമൻസ് ഒക്കെ വന്നിരുന്നു, നിങ്ങൾ ഏത് ഗ്ലൂ ആണ് യൂസ് ചെയ്യാറെന്ന് ചോദിച്ചിട്ട്. B7000ൻ്റെ ഈ ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. 110 ml ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് 2 കോംബോ ഓഫറായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാം. അത് നമുക്ക് ചെറിയ പീസ് എടുത്തിട്ട് അതിന് നീളമുള്ള ഭാഗത്ത് പശ തേച്ചിട്ട് ഞാനിപ്പോൾ ഒട്ടിച്ച് കൊടുക്കുന്ന പോലെ ഇതുപോലെ നീളത്തിൽ മുകളിലോട്ടായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ഇനി അടുത്ത പീസ് നമ്മൾ ആദ്യം ഒട്ടിച്ചില്ലേ ചെറിയ പീസ്, അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഒരു സ്റ്റാൻഡ് പോലെ നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഫ്ലവർ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡിലും ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വാളിൽ ഒട്ടിച്ച ലുക്കാണ്. ഇതുപോലെ നമുക്ക് വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുക്കാം. ഇതുപോലെ ഫ്ലവർ വൈസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എനിക്കിതിൽ ഇഷ്ടമായിട്ടുള്ളത് ആ ബ്രൗൺ ആണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വെറുതെ കളയുന്ന കാർഡ്ബോർഡ് പീസൊക്കെയാണ്. അപ്പോൾ ഇതുപോലൊക്കെ കളർ ചെയ്തിട്ട് വാളിലൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഞാനിപ്പോൾ ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് വാളിൽ നിന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അത് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ ഇട്ട് ഇനി കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.